ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ OTT പ്രേമികൾക്ക് വേണ്ടിയാണ്. ഈ വീക്കിലെത്തുന്ന കുറച്ച് ചിത്രങ്ങൾ, വെബ് സീരീസ്, അപ്ഡേറ്റ് എന്നിവയുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യമായി സ്ട്രേഞ്ചർ തിങ്സ്. ഗെറ്റ് റെഡി ടു എക്സ്പീരിയൻസ് ദ അപ്സൈഡ് ഡൗൺ ഫോർ ദ ലാസ്റ്റ് ടൈം. അതേ, അവസാന യുദ്ധത്തിന് വേണ്ടി നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. ഇലവണും ഡെമോണും തമ്മിലുള്ള യുദ്ധം, അവസാന യുദ്ധം. കൂടെ നമ്മളെ ഹോക്കിൻസിലെ കൂട്ടുകാരും അവർ അവസാനമായി ഒന്നുകൂടി എത്തുന്നു നിങ്ങളെ കാണാൻ. ക്രിസ്മസ് ദിനത്തിലെത്തിയ 3 എപ്പിസോഡുകൾക്ക് ശേഷം അവസാന ചാപ്റ്ററുമായി അവർ ജനുവരി 1, 2026 ഇന്ത്യൻ സമയം 6:30 എത്തുന്നു. എല്ലാവരും റെഡിയല്ലേ? അവസാന യുദ്ധം, അവസാന എപ്പിസോഡ്, ന്യൂ ഇയർ ഇവിടെ നിന്നും തുടങ്ങാം. നെറ്റ്ഫ്ലിക്സിൽ ജനുവരി 1, 2026 സ്ട്രേഞ്ചർ തിങ്സ് ദ ഫിനാലെ എപ്പിസോഡ്. അടുത്ത ഒരു മലയാള ചിത്രം എക്കോ. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത മിസ്റ്ററി ത്രില്ലർ ചിത്രം. സന്ദീപ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം. വിനീത് നരയൻ, ബിനു പപ്പു, പയന മോബിൻ എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ ഹിറ്റ് ചിത്രം. തിയേറ്ററിൽ മിസ്സായവർ, ഇതുവരെ കഥ മനസ്സിലാകാത്തവർ, നിങ്ങളിലെ ഒരു സിനിമ ആസ്വാദകരെ കുഴപ്പിച്ച എക്കോ OTT റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തു. ഡിസംബർ 31, 2025 നെറ്റ്ഫ്ലിക്സിൽ കൂടി സ്ട്രീമിംഗ് ആരംഭിക്കും. ബാഹുൽ രമേശിന്റെ മറ്റൊരു ക്ലാസിക് തിരക്കഥ. തിയേറ്ററിൽ വൻ ഹിറ്റായി മാറിയ ചിത്രം. സന്ദീപ് എന്ന നായകന്റെ അഭിനയ മികവ് കണ്ട എക്കോ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. എക്കോ ഡിസംബർ 31, 2025 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത ഒരു ഹിന്ദി ചിത്രം ഹക്ക്. നവംബർ 7 തിയേറ്ററിലെത്തിയ കോർട്ട് റൂം ഡ്രാമ ചിത്രം തിയേറ്ററിൽ വലിയ വിജയത്തിന് ശേഷം OTTയിലെത്തുന്നു. യാമി ഗൗതം, ഇമ്രാൻ ഹാഷ്മി കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 2, 2026 സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത ഒരു മലയാള ചിത്രം ഇത്തിരി നേരം. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത സറീന, റോഷൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ റൊമാൻറ്റിക് ഡ്രാമ ചിത്രം സൺ NXTയിലൂടെ ഡിസംബർ 31, 2025 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. കേന്ദ്ര കഥാപാത്രമായി എത്തിയ അനീഷ് അയാളുടെ ഫ്രണ്ട്സിനൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്നതും അതേസമയം തന്നെ പഴയ കാമുകി വിളിക്കുകയും അവർ ഹയർ സ്റ്റഡീസിന് വേണ്ടി USA പോകുന്നതിന് മുമ്പ് ഒരു മീറ്റപ്പ് അതിന് അറേഞ്ച് ചെയ്യുകയും അവരുടെ ഇത്തിരി നേരം, ഒരു നൈറ്റ്, അതാണ് ഈ സിനിമ. അടുത്തതായി ഒരു മലയാള ചിത്രം ഇന്നസെൻറ്റ്. സതീഷ് തൻവി സംവിധാനം ചെയ്ത ഫാമിലി കോമഡി ഡ്രാമ സൈന പ്ലേയിലൂടെ ഡിസംബർ 21 സ്ട്രീമിംഗ് ആരംഭിച്ചു. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ, അസീസ്, ജോമിൻ ജോദിർ, അന്ന പ്രസാദ് എന്നിവർ അഭിനയിച്ച ചിത്രം തിയേറ്ററിൽ ഒരു ഹിറ്റിലേക്ക് എത്തിയില്ല. OTTയിൽ എത്തുമ്പോൾ എന്താകുമെന്ന് കണ്ടറിയണം. അടുത്തതായി ബാഹുബലി ദ എപ്പിക്. രാജമൗലിയുടെ ഐക്കോണിക് 2-part സാഗ ദ ബിഗിനിങ് ആൻഡ് കൺക്ലൂഷൻ. 3 മണിക്കൂർ 43 മിനിറ്റായി എഡിറ്റ് ചെയ്ത സിംഗിൾ മൂവിയായി റിലീസ് ചെയ്ത ചിത്രം ഡിസംബർ 25 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. അടുത്ത ഒരു ഹിന്ദി ചിത്രം ഏക് ദിവാനി കി ദിവാനിയത്ത്. മിലാപ് സവേരി സംവിധാനം ചെയ്ത റൊമാൻറ്റിക് ത്രില്ലർ ചിത്രം C5 ഡിസംബർ 26 മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. അടുത്തൊരു തമിഴ് ചിത്രം റിവോൾവർ റിത്ത. കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ റിവോൾവർ റിത്ത തമിഴ് ആക്ഷൻ കോമഡി ചിത്രം ഡിസംബർ 26, 2025 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. ഇതൊക്കെയാണ് പുതിയ OTTയിൽ എത്തുന്ന ചിത്രങ്ങൾ, വിശേഷങ്ങൾ. പുതിയ ചിത്രം, പുതിയ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.